പ്രസ്ഡ് പിഗ്മെന്റ്സും ഐഷാഡോയും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കിയാലോ? ഓക്കെ, രണ്ടും ഒരേപോലെ ഇരിക്കുമെങ്കിലും നമ്മൾ ഐ മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും രണ്ടും ഇതുപോലെ ഒരേ പാലറ്റിൽ അവൈലബിൾ ആണെങ്കിലും ദർ ആർ സം ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു തിങ്സ് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ, പിഗ്മെന്റേഷൻ ആൻഡ് സേഫ്റ്റി. ഓക്കെ, കോമ്പോസിഷനെ പറ്റി പറയുകയാണെങ്കിൽ ഐഷാഡോസിന്റെ ഒരു ക്രീമി സ്മൂത്ത് ഈസി ടു അപ്ലൈ ടെക്സ്ചർ കിട്ടാൻ വേണ്ടി അതിനകത്ത് പല കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് മൈക്കാസ്, ബൈൻഡേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് പ്രസ്ഡ് പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ജസ്റ്റ് പിഗ്മെന്റ്സ് പ്രസ്ഡ് ഇൻ ടു എ പാൻ. അതിനകത്ത് യാതൊരു വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ പ്രൊവൈഡ് വെരി വൈബ്രന്റ് കളേഴ്സ്. ഐഷാഡോസിലൊന്നും നമുക്ക് അത്രയും വൈബ്രന്റ് കളേഴ്സ് കിട്ടില്ല. ആൻഡ് ഓക്കെ, പറയുമ്പോൾ പ്രസ്ഡ് പിഗ്മെന്റ്സിന് കുറച്ച് ലൂസ് ടെക്സ്ചർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ അത് കണ്ണിൽ നന്നായിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ യു ഷുഡ് യൂസ് എ ഗുഡ് പ്രൈമർ ഓർ എ കൺസീലർ. അത് രണ്ടും മസ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റാണ് നമ്മൾ പ്രസ്ഡ് പിഗ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് ഡിഫറൻസ് വരുന്നത് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടാണ്. അതായത് പ്രസ്ഡ് പിഗ്മെന്റ്സ് FDA അപ്രൂവ്ഡ് അല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചില കളേഴ്സ് ലൈക്ക് റെഡ്, പിങ്ക്, പർപ്പിൾ ഇങ്ങനത്തെ കളേഴ്സ് അവരുടെ സ്കിന്ന് കണ്ണിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതായിട്ടും പിന്നെ പൊതുവേ ഈ കളേഴ്സ് കണ്ണിൽ സ്റ്റെയിൻ ചെയ്യുന്നത് കാരണം FDA അപ്രൂവ്ഡ് അല്ല. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സെൻസിറ്റീവ് ആണോ ഈ കളേഴ്സ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക.